രാവിലെ തന്നെ പുട്ടുമായുള്ള യുദ്ധത്തിലാണ് നമ്മുടെ മിയക്കുട്ടി. കൂടെ മിവാൻ മോനുമുണ്ട്. ചേച്ചിയെ കഴിപ്പിക്കുവാണോ അതോ പഴത്തിൻ്റെ സൗന്ദര്യം നോക്കുവാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ രാവിലത്തെ പോരാട്ടവും കഴിഞ്ഞ് മിവാൻ മോൻ ഉറങ്ങി. മിയക്കുട്ടി പഠിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഇവൾ ശരിക്കും പഠിക്കുവാണോ അതോ എന്നെ പറ്റിക്കുവാണോ എന്നാണ് എൻ്റെ ഇപ്പോൾ ബലമായ സംശയം. മിവാമോൻ്റെ ഉറക്ക സമയത്താണ് നമ്മുടെ ബാക്കി ക്ലീനിങ്ങും പരിപാടികളെല്ലാം. അങ്ങനെ ഉച്ചയ്ക്ക് മോൻ്റെ കൂടെ കളിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടുകാരൻ മാമൻ വരുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത്രയും നാളും വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ കിട്ടി നമ്മൾ കാത്തിരുന്ന ഒരു ഐറ്റം. സത്യം പറഞ്ഞാൽ ഇത് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് അമ്മയുടെ തുണിക്കത്രി ഉപയോഗിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് നോക്കിയതായിരുന്നു. പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു. നമ്മുടെ കയ്യിൻ്റെ തൊലിയൊക്കെ പോയി. അന്ന് മുതൽ മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് വാങ്ങണം എന്നുള്ളത്. അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. തുടങ്ങിക്കഴിഞ്ഞപ്പം നല്ല പ്രയാസമായിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചു ഈസി അങ്ങ് കട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ പുതിയ കത്രിക കൂടി ആയതുകൊണ്ട് നമുക്ക് അത്ര നല്ല മിനുസമൊന്നും കിട്ടിയില്ല. അപ്പം നല്ല പ്രയാസം ഉണ്ടായിരുന്നു. ആദ്യം കുറച്ചൊക്കെ ചെയ്തെങ്കിലും പിന്നീട് കൈ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ഏറ്റെടുത്തു. അച്ഛനും ആദ്യം വിചാരിച്ചു ഇത് നല്ല ഈസിയാണെന്ന്. തുടങ്ങി വന്നപ്പോൾ അച്ഛന് മനസ്സിലായി അത്ര എളുപ്പമൊന്നും അല്ല എന്നുള്ള കാര്യം. പിന്നെ അത് അമ്മ ഏറ്റെടുത്തു. അങ്ങനെ പിന്നെ ഫിനിഷിംഗ് വർക്ക് മുഴുവൻ അമ്മയായിരുന്നു. അങ്ങനെ അച്ഛനെ കൈ കടഞ്ഞപ്പോൾ അച്ഛൻ അമ്മേനെ ഏൽപ്പിച്ചു. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് അവസാനം ലാസ്റ്റ് ഒരുവിധം ഫിനിഷ് ചെയ്തു. കാണുമ്പം കുറച്ചേ ഉള്ളൂവെങ്കിലും നല്ല പോലെ പുല്ലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു നമുക്ക് കട്ട് ചെയ്ത് വരാനും. പിന്നെ പുതിയ കത്രിക ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ പണിയെല്ലാം ഫിനിഷ് ചെയ്ത് ഞാനും മിയക്കുട്ടിയും കൂടി വൈകുന്നേരം കുളിക്കാനുള്ള പരിപാടി നോക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നൊരു താളിയൊക്കെ തേച്ച് കുളിക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ മുറ്റത്ത് തന്നെ കറ്റാർവാഴ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കട്ട് ചെയ്ത് വന്ന് ഞാൻ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഒന്ന് അവിടെ നിന്ന് മാറിയപ്പോൾ മിയക്കുട്ടി ഒപ്പിക്കുന്ന പണിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിയക്കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി ഇരട്ടിയാകുന്നു മാത്രം. അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ താളിയും നമ്മളിതൊക്കെ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല റീഫ്രഷ് കിട്ടും. അത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തേച്ച് കുളിക്കുന്നവർക്കേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം നമ്മളൊന്നും കൂടി ചക്കരയൊക്കെ വരട്ടി വെക്കുമായിരുന്നു. അങ്ങനെയാണ് ചക്കര വരട്ടിയൊക്കെ ഏകദേശം തയ്യാറായിട്ട് അച്ഛനും മോനും കൂടെ രാവും പകലൊന്നും ഇല്ല. നമ്മുടെ മോനേറ്റത്ത് കൂടെ മുറ്റത്ത് കറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ബൈ.